ധീരൻ പുതുതായിട്ട് വന്നാണ്. അപ്പൊ പുള്ളിക്ക് ഒരു വൈറ്റ് ഹോഴ്സിനെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇവൻ വന്നിട്ട് ഇപ്പൊ കുറച്ച് നാളായതേ ഉള്ളൂ. ശരിക്കുള്ള പേര് എന്ന് പറയുമ്പോൾ മെമ്മോറൈറ്റർ എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. അവൻ ഇപ്പൊ പ്രസന്റ് ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ഈസ് എ ഫേമസ് ഒരു ഹായ്. പണ്ടൊക്കെ രാജാക്കന്മാർ സാമ്രാജ്യങ്ങൾ കീഴടക്കുമ്പോൾ മൃഗങ്ങളുടെയൊക്കെ ഒരു സംഭാവന ചെറുതൊന്നും ആയിരുന്നില്ല, പ്രത്യേകിച്ചും കുതിരകളുടെ. അവയുടെയൊക്കെ ഒരു അഴകും ഭംഗിയൊക്കെ കാണാൻ എത്ര മനോഹരമാണ്. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഇപ്പം വളരെ പരിമിതമാണ്. എന്നാൽ കഴിഞ്ഞിടയ്ക്ക് ഞാൻ അത്തരത്തിലുള്ളൊരു കാഴ്ച കാണാനായിട്ട് ഇടവന്നു. ഒരു കുതിരയുടെ മുകളിൽ സവാരി ചെയ്യുന്ന ഒരാളെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം കുതിരകളുടെ കുറച്ച് വിശേഷങ്ങൾ പറയാനായിട്ട് തയ്യാറാണ്. നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രാവിലെ തന്നെ പോകണം. നേരം വെളുക്കും. നമ്മൾ നോക്കി നിൽക്കുകയായിരിക്കും സൂര്യൻ ഉദിച്ചിങ്ങോട്ട് വരണത്. അപ്പോൾ അത് കാരണം ഞാനിങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ 10 മിനിറ്റ് അവിടെ പോയി ഇരുന്നാലും കുഴപ്പമില്ല. ഈ കുതിര എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു വലിയൊരു ആകാംക്ഷയാണ്, ഒരാഗ്രഹമാണ്. എത്രയോ വർഷങ്ങളായിട്ട് മനസ്സിലുള്ളൊരു ആഗ്രഹമാണ്. നേരം പരവരാന്ന് വെളുത്തു വരുന്നതേ ഉള്ളൂ. നമ്മൾ കുതിരയുള്ള വീടിൻ്റെ ഫ്രണ്ടിൽ എത്തി കാത്തിരിക്കുക. എനിക്കാണ് അവരെ എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. പട്ടികളുടെ കൊര. ബും ബും ബും. അഡ്വക്കേറ്റ് ടോം മാത്യു, BA LLB. നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാം. ഇത് ടോം, ഇത് വിശ്വ, ഇതാണ് നമ്മൾ പറഞ്ഞ കുതിര. ഇദ്ദേഹം ഇത് തമിഴ്നാട്ടിൽ നിന്നല്ലേ കൊണ്ടുവന്നത്? മൈസൂറിൽ നിന്നാണ് കൊണ്ടുവന്നത്. തലലപ്പുറമ്പ് കീഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടോമിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ടോമിനോട് ചോദിച്ചറിയാം നമ്മുടെ ഈ വിശ്വയുടെയൊക്കെ വിശേഷങ്ങൾ എന്താണ്, ഇവരെവിടെ നിന്ന് വന്നു, ഇവരുടെ ആഹാരങ്ങൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എൻ്റെ പേര് ടോം എന്നാണ്. ഐ എം ബേസിക്കലി എ ലോയർ. വൈക്കത്ത് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ. ഇത് വിശ്വ. ഇത് ശരിക്കുള്ള പേര്. അതെ അതെ. ഇതിന്റെ ശരിക്കുള്ള പേര് എന്ന് പറയുമ്പോൾ മെമ്മോറൈറ്റർ എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. മെമ്മോറൈറ്റർ. അപ്പോഴത്തേനും ഞാൻ മൈസൂർ റേസ് കോഴ്സിൽ നിന്നാണ് മേടിച്ചു തരുന്നത്. അപ്പോഴത്തേനും നമ്മൾ മേടിച്ചിട്ടിപ്പോൾ ഏപ്രിൽ അവസാനം ഞാൻ കൊണ്ടുവന്നു. ഒരു 8 to 10 months ആയി. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ ആയിട്ട് അത് അഡ്ജസ്റ്റ് ആയിട്ടിരിക്കുന്നു. മെയിനായിട്ട് നമ്മുടെ റൈഡിങ് പർപ്പസിന് വേണ്ടി മാത്രം. രാവിലെ ഒരു 12-14 കിലോമീറ്റേഴ്സ് ഒന്ന് ഓടിക്കും. 14 കിലോമീറ്റർ അല്ലേ? ഇവൻ മാൻമെയ്ഡ് ആണ്. മാൻമെയ്ഡ് ഹോഴ്സ്. എന്താണ് റേസ് ഹോഴ്സ് എന്ന് പറയുമ്പോൾ അവര് സ്വയമേ ഒരു ബ്രീഡിനെ ഉണ്ടാക്കിയെടുത്താണ്. അതാണ് അതിനകത്തുള്ള ഇത് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് റേസിന്റെ പർപ്പസിന് വേണ്ടി മാത്രം, സ്പീഡ്, സ്റ്റാമിന എല്ലാം കിട്ടാൻ വേണ്ടി അവരുണ്ടാക്കിയെടുത്താണ്. പിന്നെ ഇതിനകത്ത് ഏതാ റേസ് ഹോഴ്സിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഫുള്ളി ട്രെയിൻഡ് ആയിരിക്കും, നല്ല രീതിയിൽ ട്രെയിൻഡ് ആയിരിക്കും. അപ്പോഴത്തേക്കും റൈഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും കുതിര. ആൾക്കാർ പറയുമ്പോൾ ഇറ്റ്സ് ഈസി, പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിന് അതിൻ്റെ ചിട്ടകളുണ്ട്, കാര്യങ്ങളുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇത് ചെയ്യണം. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഈ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് ആയില്ലെങ്കിൽ കുതിരയ്ക്ക് പെട്ടെന്ന് ഗ്യാസ് വരും. ഗ്യാസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചത്തുപോകും. അതാണ് ഇതിനകത്ത് വരുന്നത്. അത് കോളിക് എന്ന് പറയും അതിനകത്ത്. കോളിക്. അപ്പോഴത്തേനും അത് പല സ്റ്റേജ് ഉണ്ട്. ആദ്യം തന്നെ കുതിര ഇങ്ങനെ കാണിക്കും, വയറിലോട്ട് ഇങ്ങനെ തൊട്ട് കാണിക്കും മുഖം വെച്ച്. അത് കഴിഞ്ഞിട്ട് അത് കിടക്കും, ഏക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധയുണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പം തന്നെ നമ്മൾ കുതിരേനെ പുറത്തോട്ട് ഇറക്കി ഒരു അരമണിക്കൂർ ഒന്ന് ഓടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാസിൻ്റെ ഒരു ഇതുണ്ട്, അതൊന്ന് മരുന്നുണ്ട്, അത് കൊടുക്കണം. അത് കഴിയുമ്പോൾ അത് റെഡി ചെയ്യും. അപ്പോഴത്തേനും നമുക്ക് കാണുമ്പോൾ തന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കൂല, പിന്നെ വെള്ളം കുടിക്കൂല, ഡീഹൈഡ്രേറ്റഡ് ആവും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുതിര ചത്തുപോകും. ഇതിന്റെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ് ഹാബിറ്റ്സ്. ടൈമിൽ കറക്റ്റ് ടൈമിൽ ആഹാരം കൊടുക്കണം.
വെള്ളമാണെങ്കിലും ക്ലീൻ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ ഇതിനെ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഗ്രൂം ചെയ്യണം, വൃത്തിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം കുളിപ്പിക്കണം. പിന്നെ ഡെയിലി രാവിലെയും വൈകിട്ടും കുതിരയുടെ കാല് ക്ലീൻ ചെയ്യണം, കുളമ്പ് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ചെളിയായിട്ടിരിക്കുമ്പോൾ അതിനെപ്പോഴും അത് ഇൻഫെക്റ്റഡ് ആകാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത്ര എപ്പോഴും ക്ലീൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൻഫെക്ഷൻ. കാരണം ലാടമെല്ലാം ഷൂസ് എല്ലാം അടിക്കുന്നുണ്ടല്ലോ, അത്ര ആ ഏരിയ ഒക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അത് 4 കാലും തന്നെ. പിന്നെ മെയിനായിട്ട് വൃത്തിയായിട്ട് വെക്കണം. പിന്നെ വെള്ളം ന്യായമായിട്ട് കുടിക്കുന്നുണ്ടോ നമ്മൾ കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 20 to 30 ലിറ്റേഴ്സ് വെള്ളം കുടിക്കും. അത് നമുക്കറിയാം ഏകദേശം. നമ്മള് കിണറ്റിലെ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഫ്രഷ് വാട്ടർ ആയിരിക്കണം, ക്ലീൻ വാട്ടർ ആയിരിക്കണം എന്നുള്ളൂ. അത് അപ്പത്തന്നെ ന്യായമായിട്ട് കൊടുക്കും. പിന്നെ കഴിക്കാനെന്ന് പറയുമ്പോൾ നമുക്ക് പല രീതികളുണ്ട്. ഞാനിപ്പോൾ കൊടുക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഫ്ലേക്സ് ഉണ്ട്, ഫ്ലേക്സ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഒരു പെല്ലറ്റ് കിട്ടുന്നുണ്ട്, ഓട്സും ബാർലി ആയിട്ട് ആക്കുന്ന ഒരു പെല്ലറ്റ്, അത് കൊടുക്കും. പിന്നെ ഈ എത്ര കിലോ കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഒരു നേരം ഒരു 3.5-4 കിലോ എങ്ങനെ കളിച്ചാലും കൊടുക്കേണ്ടി വരും ഫുഡ്. അപ്പത്തിനും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗോതമ്പും പിന്നെ കടലയും മുളപ്പിച്ചിട്ട് കൊടുക്കും, 6 ദിവസം മുളപ്പിച്ചിട്ട് കൊടുക്കും. അതൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര പ്രോട്ടീൻ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ അതുമല്ലാതെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് തീറ്റ മാത്രം കൊടുത്തിട്ടും കാര്യമില്ല. കുതിരയ്ക്ക് നമ്മൾ ഡെയിലി വർക്കൗട്ട് കൊടുക്കണം. വർക്കൗട്ട് കൊടുത്തില്ലെങ്കിൽ കുതിര അപ്പത്തേനും ശരീരം കയറൂല. നമ്മൾ തീറ്റ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ശരീരം കയറൂല. നല്ല രീതിയിൽ അതിൻ്റെ കൂടെ വർക്കൗട്ടും കൂടി വന്നാൽ മാത്രമേ ഉള്ളൂ കുതിര ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. പിന്നെ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എക്സ്പെൻസീവ്. എന്ന് പറയുമ്പോൾ ഒരു കുതിരനെ പല രീതിയിൽ ആൾക്കാർക്ക് നോക്കാൻ പറ്റും. ചില കുതിരകൾ നമുക്ക് കാണാൻ പറ്റും മെലിഞ്ഞൊക്കെ ആയിട്ടിരിക്കും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഫുഡ് കൊടുത്തു കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് യൂഷ്വലി റേസ് ഹോഴ്സസ് ഒക്കെ കുറേ സ്ഥലത്ത് വരുമ്പോൾ കുറേയൊക്കെ ഭൂരിഭാഗം മരിച്ചു പോകാറുള്ളൂ. അത് കാരണം കറക്റ്റ് അവിടെ ഒരു കുതിരയ്ക്ക് 2-3 ആളാണ് നോക്കാനുള്ളത്. അപ്പോഴത്തേനും അതിനനുസരിച്ച് അത്രയും കെയറും ഇതും കൊടുക്കുന്നതുകൊണ്ടാണ് അത്. ഇതിനിപ്പോൾ ഒരു മുറിവ് വന്ന് അപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ആൻറ്റിബയോട്ടിക്സോ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ കുതിര അപ്പം തന്നെ വീണുപോകും. അതാണ് റേസ് ഹോഴ്സിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. അത് മാൻമെയ്ഡ് ആയതുകൊണ്ടാണോ അതോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോയിലർ കോഴിയൊക്കെ പോലെ മറ്റുള്ള കുതിരകൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, മറ്റത് ഉള്ള കുതിരകൾക്ക് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന നുക്കറയും പിന്നെ ഒരു മാർവാരിയും ഉണ്ട്, അതുങ്ങൾക്കൊന്നും വലിയൊരു പ്രശ്നമേ ഇല്ല. ഓരോ ഇനമാണ് അല്ലേ? അത് ഇന്ത്യൻ ബ്രീഡാണ്, പ്യുവർ ഇന്ത്യൻ ബ്രീഡ് അല്ലേ. അപ്പൊ ഇത് മാൻമെയ്ഡ് ഹോഴ്സ്, അതാണ് അതിനകത്തുള്ള ഒരു ഇത്. റേസ് ഹോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന് അച്ഛനമ്മ എന്ന് പറയുന്നത് അതല്ല, മാൻമെയ്ഡ് ഹോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ഇങ്ങനെയല്ല. ഇതിന്റെ ഒറിജിനാണ് പറയുന്നത്, ഇതിന്റെ ഒറിജിനാണ്. ഇതിന് സ്റ്റഡ് ഫാംസ് ഉണ്ട്, എല്ലാം ഇതിന് ബാക്കിയുള്ള കുതിരകളെ പോലെ തന്നെയാണ്. ഇതിനെയൊക്കെ ചവിട്ടിച്ചിട്ട് തന്നെയാണ് ഇതുണ്ടാകുന്നത്. പക്ഷേ ഇതിന്റെ റേസ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ തറോ ബ്രീഡിന്റെ ഒരു സോഴ്സ് ആണ്. അതിന്റെ ഒരു ഉൽപാദനം എങ്ങനെയാ അത് വന്നതെന്നാണ് അതിനകത്തുള്ള ഇത്. അല്ലാതെ ഇപ്പോഴും ഇതിനെയൊന്നും ഉണ്ടാക്കുന്നത് അതേപോലെയല്ല. ഇത് ഇപ്പോൾ ഈ ഒരു ബ്രീഡിനെ ഉണ്ടാക്കിയത് അതേപോലെയാണെന്നാണ്, തറോ ബ്രീഡ്. ഇപ്പൊ നമ്മുടെ ഈ നൊക്ര മാർവാരിയൊക്കെ അതൊക്കെ ഓൾറെഡി ഇന്ത്യൻ ബ്രീഡായിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതപ്പത്തന്നെ അങ്ങനെ ഇത് പണ്ട് തൊട്ടേ ഇവര് ആക്കിയതാണ്. ഇവന്റെ ഹൈറ്റ് എങ്ങനെ? ഹൈറ്റ് ഒരു 64-65 കാണും. റേസ് ഹോഴ്സിന് നോർമലി ഹൈറ്റ് ഉള്ള കുതിരകളാണ്, ബാക്കിയുള്ള കുതിരകളൊക്കെ വെച്ച് നോക്കും ഹൈറ്റ് ഉള്ള കുതിരകളാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാർ, കുറെ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് കുതിരയൊക്കെ എടുക്കും. ലാസ്റ്റ് ഇതിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ, ചാടി പിടിച്ച് എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവരെ കൊണ്ട് നോക്കാൻ പറ്റൂല. പിന്നെ ഇതിന് റൈഡിങ് എന്ന് പറയുമ്പോൾ അതൊരു വേറൊരു സ്കില്ലാണ്. അപ്പത്തേനും അത് പ്രോപ്പർ റൈഡിങ്. ഞാൻ 3rd to 12th വരെ ഞാൻ റൈഡിങ്ങിന് ഞങ്ങളുടെ സ്കൂളിൽ റൈഡിങ് ക്ലാസ് ഏർക്കാടായിരുന്നു, ബോർഡിംഗ് സ്കൂൾ, തമിഴ്നാട്. അപ്പത്തേനും അവിടെ 3rd to 12th അവിടെ ഒരു 10-12 കുതിരയൊക്കെ ഉണ്ട്. 3rd to 12th ഞാൻ ഹോഴ്സ് റൈഡിങ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് ട്രെയിനിങ് ഒക്കെ കിട്ടിയത്. അപ്പത്തേനും നമുക്ക് ചെറുപ്പം തൊട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനെ മേടിച്ച് വെച്ചാൽ അതിനനുസരിച്ച് വൃത്തിയായിട്ട് നമ്മൾ വളർത്തണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കണം. ഇപ്പോൾ പട്ടിയെ വളർത്തുന്ന പോലെയല്ലേ ഇത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന പോലെയല്ല. ഇപ്പോൾ ആ കുതിരകളൊക്കെ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ബ്രീഡ് ഹോഴ്സസുകൾ എന്ന് പറയുമ്പോൾ
അത് നമ്മൾ എവിടെന്നെങ്കിലും മേടിക്കുന്ന അവരൊക്കെ എന്ന് പറഞ്ഞാൽ കയറ് കെട്ടി ശീലിപ്പിച്ചിട്ടുണ്ട്. ഇതിനെയൊന്നും കയറ് കെട്ടി ശീലിപ്പിക്കാൻ പറ്റൂല. ശീലിപ്പിക്കാൻ പറ്റും. ആൾക്കാർ ഇവിടെ നിന്ന് എടുത്ത് ഒരു 1-2-3 മാസം കഴിഞ്ഞിട്ട് കയറ് കെട്ടി. ഇതെന്ന് പറയുമ്പോൾ കയറ് കെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് വീഴുക. കയറെല്ലാം കാലൊക്കെ കുടുങ്ങിയോ അപ്പൊ തന്നെ പശുവിനെ കെട്ടിയെടുക്കുന്നത് പോലെ ഒന്നും തറവ് ബ്രീഡിനെ നടത്തൂല. അതാണ് അതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം. ഇതിനെ ഞാനിപ്പോ ഏതാ നിങ്ങൾ അപ്പുറത്തോട്ട് പോയപ്പോ തന്നെ ചുമ്മിയ റെയിൻസ് താഴത്തോട്ട് ഇട്ട് കഴിഞ്ഞപ്പോ റെയിൻസ് കാലയിലോട്ട് ഓടി. കാലയിട്ട് അത് വലിച്ചു പിറക്കിയാണ്. അത് അപ്പൊ തന്നെ കാല് കുടുങ്ങിയിട്ട് മറ്റേ കുതിരകളാണെങ്കിൽ അത് അപ്പൊ തന്നെ കാല് പൊക്കി അത് എടുത്തോ അല്ലെങ്കിൽ കാല് മാറ്റി വെക്കും. ബുദ്ധിപരമായിട്ട് ചിന്തിക്കും. ഇത് അങ്ങനെയൊന്നും ഇതിന് ചെയ്യാൻ അറിയാൻ പാടില്ല, ചെയ്തിട്ടുമില്ല. അതിനെപ്പറ്റി അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ വലിച്ചു പൊട്ടിച്ചു. അപ്പൊ തന്നെ ഇവിടെ ഇച്ചിരി റെയിൻസ് അങ്ങ് പൊട്ടിപ്പോയി. അതൊക്കെയാണ് ഇതിനകത്ത് ഈ തറവ് ബ്രീഡിന്റെ ഉള്ളൊരു പ്രശ്നങ്ങൾ. അവർ ആ പടം മെയിൻ ആയിട്ട് റൈഡിങ് പക്കയായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു എല്ലാ ഹോഴ്സസിനും അതിൻ്റെ രീതികളുണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ മനുഷ്യർക്ക് ഓരോരോ ക്യാരക്ടർ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാരക്ടറുള്ള ഒരു കുതിരയാണ്. നമ്മൾ എന്നാ ചെയ്താലും തൊഴിക്കോ കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരെണ്ണം ചിലപ്പോൾ കടിക്കും. ആദ്യം അത് ചെറു പ്രായത്തിന്റെ ആയിരിക്കും. ചില കുതിരകളുണ്ട് പുറകെ നിൽക്കാൻ പോലും പറ്റില്ല, ആളെ കണ്ട അപ്പൊ തന്നെ തൊഴിക്കും, കടിക്കും. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് കുതിരകളൊക്കെ ആയിട്ട്. അത് നമ്മൾ നോക്കിയും കണ്ട് ഇപ്പോൾ ഏതൊരു മൃഗത്തിന്റെ അടുത്ത് നമുക്ക് ചാടിപ്പോയി കൈയോ ഒന്നും കൊടുക്കാൻ പാടില്ല. അതിന്റെ ക്യാരക്ടർ ആദ്യം മനസ്സിലാക്കി എങ്ങനെയാണെന്ന് അറിയാം. അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം ഇത് എങ്ങനെയുണ്ട് ലാസ്റ്റ്. അല്ലെങ്കിൽ ചിലവർ ആദ്യം തന്നെ പോയി കുതിരയൊക്കെ ചിലപ്പോൾ ആ കുതിര കടിക്കുന്നതാണെങ്കിൽ തന്നെ ഇതിനകത്ത് എത്ര സ്റ്റേബിൾ ബോയ്സിന്റെ ഈ ഫ്ലഷും കാര്യങ്ങളൊക്കെ കുതിര കടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാം. എന്ന് പറയുമ്പോൾ ചെറു നല്ല രീതിയിൽ വയലന്റ് ആയിട്ടിരിക്കുന്ന ഹോഴ്സസ് ഉണ്ട്. അങ്ങനെയാണ്. അപ്പം എല്ലാ കുതിരയ്ക്കും ഓരോരോ ക്യാരക്ടർ ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മളായിട്ടൊന്ന് ഇണങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്യും. അപ്പം നമ്മൾ എന്നൊക്കെ ചെയ്യുന്നത് ഇതുങ്ങൾക്കൊരു ധാരണയുണ്ട്. നമ്മളിപ്പോൾ കാലെ പിടിക്കുവാണെങ്കിൽ ഇപ്പൊ ഇവനെ എന്ന് പറയുമ്പോൾ ഇതുണ്ടോ കാല് തൊട്ട് കഴിയുമ്പോൾ കാല് പൊക്കി തരും. അപ്പൊ ഇവനറിയാം ഞാൻ എന്തിനാ കാലെ പിടിക്കുന്നതെന്ന് ഇവനറിയാം. അതാണ് അതിനകത്തുള്ള ഡിഫറൻസുകൾ. ഇപ്പൊ പുറയിലാണേലും നമുക്ക് ചുമ്മാ ചാടിപ്പോയി ചാടിപ്പോയി കാലെ പിടിക്കരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ ഇതുണ്ടോ കണ്ടോ അങ്ങനെ അങ്ങനെയാണ്. അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയൊക്കെയാണെന്ന് അവനറിയാം. അപ്പൊ നമ്മള് പറയുന്നത് പെട്ടെന്ന് പോയി ഒരു കുതിരയുടെ പുറകിലോട്ട് ചാടിപ്പോയി ആദ്യം ഒരിക്കലും പോയി നിൽക്കരുത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇതിന് ഫ്രണ്ടിൽ കൂടെ ഉള്ളു നോട്ടം, സൈഡും ഇങ്ങനെയൊക്കെ. പുറകിലോട്ട് നോട്ടം വരുന്നില്ല. ഇതൊരു പ്രേ ആനിമലാണ്. ഇതിനെ പണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് എപ്പോഴും ഒരു ഭയം കാണും, എന്നെ ആരെങ്കിലും പിടിക്കാനോ ആക്രമിക്കാനാണോ വരുന്നത്. അപ്പൊ തന്നെ അതുകൊണ്ടാണ് ഇത് തൊഴിക്കുന്നതും കടിക്കുന്നതും ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് കുതിരയുടെ ക്യാരക്ടർ മനസ്സിലാക്കി വേണം അവരെ സമീപിക്കാൻ, അവരെ സ്നേഹിക്കാനായിട്ട്. നമ്മൾ കുതിരയുടെ ബാക്കിലേക്കൊക്കെ ചെല്ലുമ്പോൾ പുറകിൽ നിന്ന് പെട്ടെന്ന് നിന്ന് ബാക്കിൽ നിന്ന് തുടരുതും. കാരണം അവൻ അറ്റാക്ക് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ ആദ്യമേ അവൻ്റെ പുറത്തൊന്ന് തലോടി പതുക്കെ ഈ ബാക്ക് ഭാഗത്തൊക്കെ ഒന്ന് തൊട്ട് ഇങ്ങനെ വന്നിട്ട് വേണം അവൻ്റെ കാല പിടിക്കാനായിട്ട്. പിന്നെ ഇവന്റെ ഹൈറ്റ് എത്ര? 64-65 ഉണ്ട്. ഓക്കെ, 64-65 ആണ് ഇവന്റെ ഹൈറ്റ്. റൈഡിംഗ് എന്ന് പറയുമ്പോൾ പല ഗിയേഴ്സ് ഉണ്ട് ഇതിന്റെ. അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും മേടിക്കാം. ഒന്നാമത് റൈഡിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സ്പീഡിൽ മാത്രം പോകുന്നതാണെന്നോ അങ്ങനെയല്ല. അതിന്റെ ഓരോരോ സ്റ്റെപ്പ് ഉണ്ട്. വാക്കുണ്ട്, ത്രോട്ടുണ്ട്, പിന്നെ ക്യാൻഡർ ഉണ്ട്, ഗാലപ്പ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ചെറിയൊരു നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെയുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം ഗ്രൗണ്ടിൽ ഓടിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ റോട്ടിലോട്ടോ വല്ലതും ഓടിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും ഒരു അരമുക്കാൽ അല്ലെങ്കിൽ 1 മണിക്കൂർ വർക്കൗട്ടാണ് കുതിരയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇവൻ എത്ര കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ നമ്മൾ നോക്കിയിട്ടില്ല, പക്ഷെ നല്ല സ്പീഡായിട്ട് പോകും, നല്ല ഫാസ്റ്റ് ആയിട്ട് പോകും കുതിര. ശരി. ഇത് നമ്മൾ ഈ റോഡിലല്ലാണ്ട് ഈ പറഞ്ഞ മണലുകളുള്ള സ്ഥലം വഴി ഓടിച്ചിട്ടുണ്ടോ? ഇത് അതിനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടില്ല ഞാൻ. പക്ഷേ ഈ ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് റോഡ് നമ്മൾ ഒരിക്കലും റോഡിൽ ഓടിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ കാലിന്റെ ജോയിന്റ്സും ഒക്കെ വേദനകളും കാര്യങ്ങളും വരും. കാരണം റോഡ് എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ് സർഫസ് ആണ്. എപ്പോഴും ഒരു മണ്ണും ഗ്രൗണ്ടൊക്കെ ഉള്ള സ്ഥലമാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ റോഡിലോട്ട് എടുക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്ന ഒരു ഇതെന്നാന്ന് പറഞ്ഞാൽ, രാവിലെ ഞാൻ റൂട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ
സംഭവം ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു നമുക്ക് എന്നെ സംബന്ധിച്ച് നല്ലൊരു എക്സസൈസ് ആണ്. ആൾക്കാർ ഓർക്കും കുതിരയല്ലേ ഓടുന്നേ, ഇതില്ല. കുതിര ഓടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് വിയർക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിന് എക്സസൈസ് ഉണ്ട്. നമ്മൾ ത്രോട്ട് എടുക്കുമ്പോൾ നമ്മൾ സിറ്റപ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാൻഡർ എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഏറ്റ് നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മളുടെ ഫുൾ സ്ട്രെച്ച്. പിന്നെ ഇതിനെ ചുമ്മാ ഒരു കൈയും കൊണ്ട് ചുമ്മാ ഒന്ന് വലിച്ചാൽ നിൽക്കുമൊന്നുമില്ല. നല്ല രീതിയിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് നിൽക്കുകളും കാര്യങ്ങളും. അപ്പൊ ഇവന്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും നമുക്ക്? പിന്നെ നിന്നോടിക്കാൻ പറ്റും. അതല്ലേ റേസ് ഹോഴ്സസ്, റേസിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഏറ്റു നിന്നല്ലേ. ഇതാണ് ഇതിന്റെ സ്റ്റിറപ്സ്. ഇത്തയിലാണ് നമ്മുടെ ഇത്. പിന്നെ അത് നമ്മൾ അപ്പൊ തന്നെ നോക്കുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ബാലൻസ് എന്ന് പറയുമ്പോൾ മുട്ടും പിന്നെ ഈ ടോസും ആണ്. പിന്നെ നമ്മുടെ സൈക്കിൾ ബാലൻസ് ഒക്കെ പോലെ എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ. ഇപ്പൊ സ്കേറ്റിങ്ങിനാണെങ്കിലും ഒരു ബാലൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബാലൻസ് തന്നെ ഇതിനുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ തന്നെ എപ്പോഴും നമ്മൾ റൈഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ ഗിയേഴ്സ് എല്ലാം ചെക്ക് ചെയ്യണം, എല്ലാം പ്രോപ്പർ ആണോ. എന്തെങ്കിലും ഇതിപ്പോൾ ഓടുകയും കാര്യങ്ങളും പൊട്ടലും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട്, അത് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഇത് ഓടുമ്പോൾ സാധനം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നിർത്താൻ പറ്റൂല. അയ്യോ, അങ്ങനെ അതൊക്കെ ഉണ്ട്. അതപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിന്റെ ഗിയേഴ്സ് ഒക്കെ എപ്പോഴും കറക്റ്റ് ആണോ, സ്റ്റിച്ച് വിട്ടിട്ടുണ്ടോ, എങ്ങനെയാണോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് വല്ലതും പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നിർത്താൻ പറ്റൂല. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഇതിനെന്താ പറയണ ഈ ചെയിന്. ഇതെന്ന് പറയുമ്പോ ഇതെന്ന് പറയുമ്പോ റെയിൻസ് അല്ലേ? ഈ റെയിൻസ് പൊട്ടാതെ നോക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ നിർത്താൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഉപായം ഉണ്ടോ നിർത്താനായിട്ട്? പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാകുന്നത് ഇതാണ്. ആൾക്കാർ അപ്പത്തരം പറയുന്നത് ഇതിന് ഓരോരോ കമാൻഡ് കൊടുത്ത് ശീലിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പത്തരം വാക്ക് എന്ന് പറഞ്ഞാൽ ചില കുതിരകളൊക്കെ എന്ന് പറയുമ്പോൾ വാക്ക് എന്ന് പറയുമ്പോൾ വാക്ക്, ത്രോട്ട് എന്ന് പറയുമ്പോൾ ത്രോട്ട്. അങ്ങനെ കമാൻഡ് ഇവരെ ശീലിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വലിയൊരു കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത്. ഞാൻ ഇതുവരെ ഒരു തൊഴിയോ അല്ലെങ്കിൽ അടിയോ കൊടുക്കേണ്ട വന്നിട്ടില്ല ഇതുവരെ. അപ്പത്തരം ഞാൻ ഇത് കുതിരയ്ക്ക് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ റൈഡ് ചെയ്യുമ്പോൾ ആളേതാണെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കാരണം അതാണ് അതിനകത്തുള്ള മെയിൻ ഒരു ഇത് എന്ന് പറയുമ്പോൾ. ഞാൻ ഓടുമ്പോൾ അറിയാം, ഞാൻ അത്ര സിംഗിൾ റെയിൻസ് പിടിക്കുമ്പോൾ, സിംഗിൾ റെയിൻസ് ഉണ്ട്, ഡബിൾ റെയിൻസ് ഉണ്ട്. സിംഗിൾ റെയിൻസ് പിടിക്കുമ്പോൾ അതിനറിയാം പതുക്കെ പോകാനുള്ള ഒരു ഇതാണ്. ഡബിൾ റെയിൻസിലോട്ട് കയറുമ്പോൾ അവനറിയാം അടുത്ത ഗിയർ ഇടേണ്ട സംഭവമാണ്. അപ്പത്തേനും അത് കുതിരയ്ക്ക് നമ്മൾ ചവിട്ടാതെ അല്ലെങ്കിൽ ഞാൻ പിടിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ കുതിരയ്ക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും കുതിരയ്ക്ക് നമുക്കിവിടെ പൾസ് ഉണ്ടല്ലോ, ആ പൾസ് കുതിര റീഡ് ചെയ്യും. നമ്മളിപ്പോ ഇവിടെ റെയിൻസ് ആയിട്ട് പിടിക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പത്തേനും കുതിര അത് ടച്ച് ചെയ്യുമ്പോൾ കുതിരയ്ക്ക് നമ്മുടെ പൾസ് റീഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ചെറിയൊരു പൾസ് അവർക്ക് അപ്പത്തേനും നമുക്ക് ട്രെയിനിങ് തരുമ്പോൾ തന്നെ നമ്മൾ അവര് പറയുന്നത് എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടോ അത് കുതിരയ്ക്ക് അറിയാം. അപ്പത്തേനും നമ്മൾ പേടിച്ച കുതിരപ്പുറത്ത് കയറി ഇരിക്കുന്നു അത് മനസ്സിലാവുകയാണെങ്കിൽ അത് അതിന്റെ പാട്ടിന് അതിന്റെ കുസൃതികളും കാര്യങ്ങളൊക്കെ അത് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കോൺഫിഡന്റ് കൂടി ഇതിന്റെ മേളിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അപ്പത്തേനും നമ്മൾ പറയുന്ന പോലെ ഒരു പരിധി വരെ അതും മനസ്സിലാവും. അതാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് പിള്ളേർ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ന്യായമായിട്ട് ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഏതൊരു പിള്ളേരുടെയും സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു ഏറ്റവും വലിയൊരു സംഭവം ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരെക്കാളും ഏറ്റവും വലിയൊരു കുതിരേനെയാണ് അവർ കയ്യിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് നന്നായിട്ട് പിള്ളേർക്ക് ചെയ്യേണ്ട ഒരു കേസ് ഉണ്ടാകും ഹോഴ്സ് റൈഡിങ് എന്ന് പറഞ്ഞാൽ. അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും നല്ല രീതിയിൽ റൈഡ് ചെയ്യുമ്പോഴും. അതിനനുസരിച്ച് എക്സസൈസും പിള്ളേരൊക്കെ നല്ല രീതിയിൽ ഫിറ്റ് ആവും നല്ല രീതിയിൽ. ഇപ്പോൾ റൈഡ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പല രീതികളുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ ചെറുതാണല്ലോ, ചെറുതാകുമ്പോൾ നമ്മളെ എപ്പോഴും കയറ്റി വിടും. അല്ലെങ്കിൽ നമുക്കിത് കണ്ടോ ഇത്തെ ചവിട്ടി നമുക്ക് കയറാൻ പറ്റും. അല്ലെങ്കിൽ ചിലവർ ചാടി കയറുന്നതാണ്. ഏത് രീതിയാണേലും കുഴപ്പമില്ല. ഞാൻ യൂഷ്വലി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ പുറയുന്നൊരു ലിഫ്റ്റ് ചെയ്തിട്ട് കയറുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ആദ്യം തന്നെ കുതിരപ്പുറത്ത് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒറ്റ സ്പീഡിലോട്ട് കയറ്റും. ഇതിന് വാമപ്പ് ഉണ്ട്. നമ്മളിപ്പോ ഒരു എക്സസൈസ് നമ്മളൊരു കളിക്കുന്നതിന് മുമ്പ് വാമപ്പ് എന്ന് പറഞ്ഞ സംഭവം അത് കുതിരയ്ക്കും ഉണ്ട്. അതൊരു 3-4 മിനിറ്റ് കുതിരേനെ വാക്ക് ചെയ്ത് പതുക്കെ ത്രോട്ട് ചെയ്ത് അതിങ്ങനെയേ ഉള്ളൂ. അത്തരം കുതിരയുടെ ജോയിന്റ്സ് ഒക്കെ ഒന്ന് വാമപ്പ് ആവും, അങ്ങനെയേ ഉള്ളൂ. നമ്മൾ എല്ലാത്തിനും അതിൻ്റെ ഇത് ചെയ്യുവാണെങ്കിൽ പിന്നെ ഞാനിപ്പോൾ റൈഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളപ്പോഴത്തേക്കും നേരെ കൂട്ടിക്കയറ്റി ഇതെല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കും.
എന്തുകൊണ്ടാണ് കുതിരയുടെ ബോഡി ഭയങ്കര ഹീറ്റ് ആയിട്ടായിരിക്കും. അപ്പത്തേനും അത് നല്ല രീതിയിൽ ഇതിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ പെട്ടെന്ന് ചൂടായിരിക്കുന്നത് നമ്മൾ തണുപ്പിക്കുന്നത് പ്രശ്നമുണ്ട്? ഇല്ല, ഇതൊക്കെ ശീലമാണല്ലോ. അവിടെ റേസ് ഓടി കഴിയുമ്പോൾ ഇതിനെയൊക്കെ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇവന് ഏതെങ്കിലും റേസിൽ പങ്കെടുത്തിട്ടുണ്ടോ? പിന്നെ ന്യായമായിട്ട് റേസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിന്റെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ തന്നെ അറിയാം. ഇവൻ റിട്ടയർ ആവുന്നതിന് മുന്നേ വരെ ഇത് ഓടിയിട്ടുണ്ട് ന്യായമായ രീതിയിൽ. ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇവന്? ഇവനിപ്പോ ഒരു 7-7.5 വയസ്സാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ എത്ര ആളായത്? ഇപ്പോ ഒരു 10 months. ഏപ്രിൽ ലാസ്റ്റ് ആണ് ഞാൻ മേടിച്ചോണ്ട് വന്നത്. ഇതിന് എത്ര രൂപയാവും? ഡിപ്പെൻസ് എന്ന് പറയുമ്പോ ഒരിടയ്ക്ക് 19,000 രൂപ കിട്ടുമായിരുന്നു. പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഇപ്പൊ കിട്ടാൻ ഇച്ചിരി പാടാണ് റേസ് ഹോസിന്. അപ്പത്തേനും അത് വില കൂടിയിട്ടുണ്ട്. നല്ലൊരു കുതിരക്ക് എത്ര രൂപ വരെ? അത് എന്ന് പറയുമ്പോ നല്ല കുതിരയെന്നല്ല, അതിന്റെ തിങ്ങേതാ. ഇപ്പൊ ഇന്ത്യൻ ബ്രീഡ്സിന് എല്ലാത്തിനും നല്ല വിലയുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള കുതിരകൾക്ക്. ഇപ്പൊ തറോ ബ്രീഡ്സിനാണെങ്കിലും ഇത് റേസ് ഓടിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രായം കുറവാണെങ്കിൽ പറയുന്ന ലക്ഷങ്ങളാണ്. ഇത് റിട്ടയർ ആയതുകൊണ്ട് അവർക്ക് അതിനെ തീറ്റി പോറ്റിട്ട് അവർക്ക് വലിയ കാര്യമില്ല. അപ്പത്തേനും അതുകൊണ്ടാണ് അവരപ്പത്തേനും അത് കൊടുക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോരോ കളർ അനുസരിച്ചിട്ട് ബ്ലാക്ക്, വൈറ്റ്, അതിന് ഗ്രേ ഉണ്ട്. വൈറ്റ് ആണെങ്കിലും അത് ഗ്രേ എന്നാണ് അവർ പറയുന്നത്. അതിനൊക്കെ എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ അങ്ങനെയൊക്കെ വില വരും. ഈ കളറുകൾക്ക് അനുസരിച്ച് ഡിമാൻഡ് ഉണ്ട്? ഉണ്ട്. ഏത് കളറിന് ഡിമാൻഡ് കൂടുതൽ? ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് ആണ് ഡിമാൻഡ്. കാരണം ഫങ്ഷൻസ് ഉണ്ടല്ലോ, അതും ഫീമെയിൽ, മെയിൽ അല്ല ഫീമെയിൽസ്. അതിന് നല്ല ഡിമാൻഡ് ഉണ്ട്, നല്ല വിലയുണ്ട്. എന്താ ഫീമെയിൽ കാരണം ഇത് നോർത്ത് മാർവാരികളുടെ കല്യാണം ഉണ്ടല്ലോ, അവർക്ക് ഒരു കസ്റ്റംസ് ഉണ്ട്. കുതിരപ്പുറത്ത് ചെറുക്കം വരണമെന്നോ അങ്ങനെ എന്താണ്ടൊക്കെയുള്ള കസ്റ്റംസ് ഉണ്ട്. അല്ല, അതിന് ഫീമെയിലിനെ തന്നെ സെലക്ട് ചെയ്യാൻ അതാണ് അതിന്റെ അവരുടെ ഇതനുസരിച്ച് ഫീമെയിൽ വൈറ്റ് ഹോഴ്സ് ആണ്. വിശ്വാസം അനുസരിച്ച്. അതെ, അവരുടെ റിലിജിയൻ കസ്റ്റം അനുസരിച്ച്. അതൊരു ആൾക്കാർ വൈറ്റ് തന്നെയാണ്, വൈറ്റ് ഫീമെയിലിനാണെന്ന് തോന്നുന്നു. വൈറ്റ് ഫീമെയിലിന് കേരളത്തിൽ ഭയങ്കര ഡിമാൻഡാണ്. ഇതാണ് ധീരജ്. ഇവനാണ് ഇപ്പോ നമ്മുടെ കുതിരയുടെയും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പത്തേനും ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ അപ്പത്തേനും റൈഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് കൂട്ടി വന്നിട്ട് അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ സമയത്താണ് കാലൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പത്തേനും ഇപ്പൊ നിലവിൽ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിന്റെ കാലൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരും ധീരജ്. ഇതിന്റെ കുളമ്പ് ഏതാ? അത് അപ്പത്തേനും നമ്മൾ കണ്ടോ ഇതിന്റെ ഡേർട്ടൊക്കെ ഇങ്ങനെ തന്നെ റിമൂവ് ചെയ്തെടുക്കും. ഇതുണ്ടോ ചാണകം, പച്ച ചാണകം. അത് അപ്പത്തേനും അത് എപ്പോഴും ഒരു നനവുണ്ട്. അപ്പത്തേനും അതാണ് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. അപ്പത്തേനും കാല് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരൂല. ഇതുണ്ടോ ഇതിങ്ങനെയായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഒരു ഏകദേശം ഇപ്പോൾ റോട്ടിൽ കൂടിയൊക്കെ ഓടിക്കുന്നതുകൊണ്ടാണ് ഇതുണ്ടോ തേയ്മാനമൊക്കെ വന്നിരിക്കുന്നത്. കാല് പൊക്കി പിടിച്ച് എത്ര നേരം നിൽക്കും? അത് നമ്മള് പിടിക്കുന്ന അനുസരിച്ച്. ഇത് എന്തെങ്കിലും അതല്ല, അത് റൈഡ് ചെയ്യുമ്പോൾ അതിന്റെ അപ്പത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കാല് തട്ടുന്നതിന്റെയോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പൊ ഈ കാണുന്ന പാടുകൾ എന്ന് പറയുന്നത് അതെന്ന് പറയുമ്പോൾ ഇതിന്റെ നമ്മൾ ഗ്രൂം ചെയ്യുമ്പോൾ അപ്പത്തേനും നമുക്കും തലമുടി പൊഴിച്ചിലും അതേപോലെ വരും. അതേപോലെയൊക്കെ വരുന്നതാണ്. ഇതിന്റെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇതിനകത്ത് പറയുന്നത് ഇപ്പൊ ഷൂവിന്റെ കാര്യം പറയുമ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം കിട്ടിയേക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ആൽബിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി എന്ന് പറയുമ്പോൾ സർട്ടിഫൈഡ് ഫാരിയർ എന്ന് പറയുമ്പോൾ പുള്ളി നോർത്തിൽ പോയി ഇതിന്റെ കോഴ്സ് എടുത്ത് അത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. അന്നേരം ഇതിന്റെ ഏറ്റവും വലിയ കുതിരയെന്ന് പറഞ്ഞാൽ എത്ര സൈസുള്ള കുതിരയാന്ന് പറഞ്ഞാലും കാല് നന്നായില്ലെങ്കിൽ കുതിരയെ കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പത്തേനും നമ്മൾ ഇത് ലാടമാണ് അടിക്കുന്നത്. ലാടം അടിക്കുമ്പോൾ അതിന്റെ ഏതാ ഇത് കറക്റ്റായിട്ട് അടിച്ചില്ലെങ്കിൽ കുതിര ലെയിമാവും, കുതിര പിന്നെ ഞൊണ്ടല് വരും. അത് കറക്റ്റ് ആൾക്കാർ നോക്കി അടിക്കില്ലെങ്കിൽ അതിന് നമ്മളൊരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല അതിനകത്ത്. അതപ്പത്തേനും ഇവന് ഈ പുള്ളി
ട്രിവാൻഡ്രം, കൊല്ലം എല്ലായിടത്തും പോയി, എറണാകുളം ഒക്കെ പുള്ളി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ കോഴ്സ് തന്നെയുണ്ടല്ലേ? പിന്നെ ഇതെന്ന് പറയുമ്പോൾ അത് കോഴ്സ് തന്നെയുണ്ട്. അത് അതിന്റെ എക്യുപ്മെന്റ്സ് ഉണ്ട്. എക്യുപ്മെന്റ്സ് ഒക്കെ അവൻ പുറത്തുനിന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്നൊക്കെ വരുന്നത്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ്. ഈ കോഴ്സിന് എത്ര പഠിക്കാനായിട്ട് എത്ര വേണ്ടി? അതിന് ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇവന് ഒരു 2 മാസമൊക്കെ. ഇത് എന്താ പറയുക, ഒറ്റയടിക്ക് ആ കോഴ്സ് അങ്ങ് പഠിക്കുമല്ല. നമ്മുടെ എഞ്ചിനീയറിങ്ങോ ഇതുപോലെ. ഇത് എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒരു 3 മാസമോ 2 മാസമോ അവൻ അവിടെ പോയി നിന്ന് ഇവിടെ നോർത്തിലൊക്കെ ന്യായമായ കുതിരകളുണ്ട്. അതൊരു സ്റ്റഡ് ഫാമിലായിരിക്കും ഇതിന്റെ ഒരു ഇത്. അവിടെ എല്ലാത്തിന്റെയും ഇത് ഉണ്ട്. ഇപ്പോ അപ്പത്തേനും നമ്മൾ ഈ ഇതടിക്കുമ്പോ, ലാടം അടിക്കുമ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഷൂ എത്ര നാൾ നിൽക്കും? നിയർലി ഒരു 1 ഇയർ മിനിമം, അല്ലെങ്കിൽ 2 ഇയേഴ്സ് നിൽക്കുമായിരിക്കും. അതെന്ന് പറയുമ്പോൾ വാട്ട് വിൽ ബി ദ എക്സ്പെൻസ് ഓഫ് ദ ഷൂസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു 1000, 2000, 3000 ആ റേഞ്ചില്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കുതിരയുടെ ഇതെന്ന് പറയുമ്പോൾ ലാടം എന്ന് പറയുമ്പോൾ എനിക്കൊരു 1 മാസം അല്ലെങ്കിൽ അങ്ങേറ്റം പോയ ഒരു 40 ദിവസം അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ മാറ്റണം. ദാറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. അല്ലെങ്കിൽ കുതിരേനെ നമുക്ക് അപ്പത്തെ റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റില്ല. ഈ കുതിരയാകുമ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ കൂടെ പോലും ഇതിനെ ഓടിക്കാൻ പറ്റൂല ലാടമില്ലെങ്കിൽ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അന്നേരം നമുക്ക് എന്ന് പറയുമ്പോൾ കുതിര എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു ഇതല്ല, എക്സ്പെൻസീവ് ആണ്. ആൾക്കാർ ചുമ്മാ പറയും വലിയ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ അത് എക്സ്പെൻസ് ഉണ്ട് ഇതിന്. അപ്പോഴത്തേനും അതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് കാര്യമുള്ളൂ, നല്ല രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ. അല്ലെങ്കിൽ ചില കുതിരകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അതൊക്കെ ലാസ്റ്റ് മെലിഞ്ഞ് എല്ലാം പോകും. കുതിരയുടെ ലുക്ക് കഴുത പോലെയാവും. പിന്നെ ഇതിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ലേ, ഇതിന്റെ മുകളിൽ കയറാൻ വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. നമുക്ക് ചാടി കയറാം, അല്ലെങ്കിൽ ചെറുപ്പിച്ച് ചവിട്ടി കയറാം, അല്ലെങ്കിൽ എൻ്റെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ഞാൻ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് ചെറുതല്ലേ, അന്നേരം നമ്മളെ ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ചാടിക്കും. അതെന്ന് പറയുമ്പോൾ ഇങ്ങനെ റെഡി 1 2 അന്ന് പറഞ്ഞില്ലായിരുന്നു ഈ കുതിരയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ അവനൊരു പ്രായം വന്നിട്ട് അവന്റെ മുകളിൽ കയറാവുള്ളെന്ന് പറഞ്ഞില്ലായിരുന്നു? ഏതാ കുതിരയുടെ മുകളിൽ അല്ലെങ്കിൽ വളവ് വരുമെന്ന്? എന്ന് പറയുമ്പോ കുതിരക്ക് എന്ന് പറയുമ്പോ ഏതാ ഇതിന്റെ പല്ലിന്റെ എന്നാണൊക്കെ കണക്കുണ്ട്. അപ്പൊ തന്നെ ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ പല്ല് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഏതാ ഒരു 6 മാസം കൂടി വെയിറ്റ് ചെയ്യണം. അത്ര അങ്ങനെ വരുമ്പോ നമുക്ക് അപ്പത്തരം കുതിരപ്പുറത്ത് കയറുമ്പോ കുതിര അപ്പത്തരം ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് അതിനകത്തുള്ള മെയിൻ കാര്യം. അല്ലെങ്കിൽ ഹൈറ്റ് കയറാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പൊ എൻ്റെ അവിടെ ഇരിക്കുന്ന 2 കുതിരകൾ എന്ന് പറയുമ്പോൾ അത് രണ്ടും കുഞ്ഞു ഒരെണ്ണം 2.25 വയസ്സും ഒരെണ്ണം 1.25 വയസ്സും ഇതുവരെ റൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പല്ലൊക്കെ പറഞ്ഞ് ഇച്ചിരി മാക്സിമം ഹൈറ്റ് കയറേണ്ട എത്രയും കയറട്ടെ എന്ന് ഓർത്തോണ്ടാണ്. അതിനുശേഷമാണ് മുകളിൽ കയറാൻ പറ്റും. പിന്നെ അതിന് ട്രെയിനിങ് വേറെ കൊടുക്കണം. ഇതെന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഓൾറെഡി ട്രെയിൻഡ് ആണ്. ഈ ഇതൊക്കെ ഓടാൻ വേണ്ടിട്ടാണോ പുള്ളി? റെയിൻസ് പിടിക്കാൻ നമുക്ക് പല ഇതുണ്ട്. സിംഗിൾ റെയിൻസ് ആകുമ്പോൾ നമ്മുടെ ഇതുണ്ട്, ഈ വിരൽ അകത്ത് വെച്ച് ലോക്ക് ചെയ്യണം. ഇതുണ്ടോ, അത് വെച്ച് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വിരല് ഫ്രീ ആയിട്ട് ഓടൂല. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിന്റെ ഒരു ഇതെന്നാന്ന് പറഞ്ഞ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഇവൻ നിക്കാറില്ല. അത് ഓരോരോ കുതിരയുടെ ക്യാരക്ടറാണ്. ഇവന് സ്റ്റഡി ആയിട്ട് റൈഡ് ചെയ്യാൻ നേരത്തെ അങ്ങനെ നിക്കാറില്ല. അത് ശരി. ഇവൻ എപ്പോഴും ഇങ്ങനെ ഓടണം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന ഒരു. അത് കൊള്ളാം. അപ്പോൾ ഡെയിലി ഇവിടെ തന്നെ കിടന്ന് കറങ്ങിയാൽ മതിയാവോ? ഇതിപ്പോ ഒരു സർക്കിളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ തന്നെ ഞാൻ യൂഷ്വലി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. ഒരു 15 മിനിറ്റ് ഒരു സർക്കിൾ അടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട്
തിരിച്ചടിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സർക്കിൾ ആകുമ്പോൾ ഇതിന്റെ ഒരു സൈഡിലത്തെ മസിൽസിലോട്ട് സ്ട്രെയിൻ വരുന്നത്. അപ്പൊ ഇപ്പുറത്തും കൂടി അടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മസിൽസും കൂടി റെഡിയാവും. നമ്മൾ വർക്കൗട്ടൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആദ്യം അതാ പറയുന്നത്, കുതിരയെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കുതിര എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരോ കുതിരയുടെ ഇതാണ്. ഇപ്പൊ ഞാൻ ഇതിനെ കിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൗണ്ട് എന്ന് പറയുന്ന സൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലാവും. അപ്പൊ അവന് സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കേറി കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കണം. അപ്പൊ അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലം കിട്ടുന്നുണ്ടോ ഇവിടെ എന്ന് പറയുമ്പോ? അങ്ങനെ ഒരിക്കലും അങ്ങനെയില്ല. യൂഷ്വലി പാലക്കാട് സൈഡിലാകുമ്പോൾ ന്യായമായ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ഇങ്ങനത്തെ ഗ്രൗണ്ടുകളും ലാവിഷായിട്ട് ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല. പിന്നെ റോട്ടിക്കൂടെ പോവാന്ന് പറയുമ്പോൾ റോട്ടിക്കൂടെ പോകുമ്പോൾ അത് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. നല്ല രീതിയിൽ കംഫോർട്ട് നല്ല രീതിയിൽ വണ്ടികളും വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ചില ആൾക്കാരുണ്ട് നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. സപ്പോർട്ട് ഇൻ ദ സെൻസ് അവർ മാറിത്തരും, വണ്ടിക്ക് വേണ്ടി കുതിരയ്ക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് ചിലവരുണ്ട് തൊട്ടടുത്ത് വന്നിട്ട് ഹോൺ അടിക്കും. കാര്യം പറഞ്ഞാൽ ഇതൊരു മൃഗമാണ്. ഇതെങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പോലും അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കും. അതാണ് അതിനകത്തുള്ള ഇത്. പിന്നെ സ്പീഡ് എടുക്കുവാണേലും ഒക്കെ നമ്മൾ നോക്കിയും കണ്ടുള്ളൂ. കാരണം ആർക്ക് വേണേലും വട്ടം ചാടാം. അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. റോഡ് റൈഡിങ് ഭയങ്കര കെയർഫുൾ ആയിരിക്കും ചെയ്യേണ്ട കാര്യമാണ്. അത് ഈ കുതിരയുടെ കണ്ണുകളുടെ സൈഡിലായിട്ട് 2 മാസ്ക് വെച്ച് കൊടുക്കുകയല്ലേ, അത് ഇതിന്റെ ആവശ്യമാണ്? അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ അത് മെയിനായിട്ട് നമ്മൾ കാണുന്ന എന്ന് പറയുമ്പോൾ ഇതില്ലേ, ഏതാ നമ്മുടെ കുതിരവണ്ടിക്ക് ഇതില്ലേ. അപ്പത്തേനും ഇവർ കുതിരവണ്ടി അതൊരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയില്ല യൂസ് ചെയ്യുന്നത്. അത്തരം സൈഡിൽ വണ്ടി പോകുമ്പോൾ ഒന്നും ഇത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന പോലെ എന്ന് പറയുമ്പോൾ ചിലവര് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഞാൻ ഇടവഴി കൂടെയൊക്കെ പോകും. അപ്പത്തേനും വീട്ടുകാർക്കും പിള്ളേർക്കൊക്കെ കാണാൻ ഭയങ്കര കൗതുകവും ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് ചില ആൾക്കാരുണ്ട് നമ്മളെ കാണുമ്പോൾ ഇവർക്ക് ഇതിനകത്ത് ഒരു നഷ്ടവുമില്ല, അല്ലെങ്കിൽ ഇവർക്കൊരു ചെലവുമില്ല. പക്ഷെ ഇവര് പിന്നെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്നാന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്നാ കുഴപ്പം, ഇതിന്റെ മേളിൽ നിന്ന് വീണ് കഴിയുമ്പോൾ ഇവന്റെ നട്ടിലൊക്കെ പോകും. ഇങ്ങനെയൊക്കെ അതിൽ എപ്പോഴും ആൾക്കാരുണ്ട്. ഇതിനകത്ത് എന്താണ് ഇവന് അത് പറയുമ്പോൾ ഉള്ള സുഖമോ അല്ലെങ്കിൽ നേട്ടം ആർക്കും അറിയാൻ പാടില്ല. ചുമ്മാ ആൾക്കാർക്ക് ഒരു രസം. പിന്നെ അതുമല്ലാതെ എന്ന് പറയാൻ ആൾക്കാരുടെ ചിന്താഗതിയുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരാൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് പക്ഷെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി ചിലവർ നമ്മൾ പറയും കണ്ണോ കാര്യങ്ങളോ ഒന്നും പിടിക്കൂല. പക്ഷെ ചിലവന്മാരുടെ ഒരു ഇതുണ്ടല്ലോ, അതൊരു ഭയങ്കര വലിയൊരു ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. അല്ലെങ്കിൽ ചിലവർക്ക് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പടം കാണാൻ ഇഷ്ടമാണ്, ചിലവർക്ക് അത് പടം കാണാൻ ഇഷ്ടമില്ല. എല്ലാവർക്കും ഓരോരോ ഇതുണ്ടല്ലോ. ഇതൊരു ഇഷ്ടമില്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ സ്പേസിലല്ല ഇവർ കൊണ്ടുപോയി വളർത്തുന്നു അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഒരു സംഭവം. അവരപ്പോഴത്തേരും വേറെ ഒന്നും അവർ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അവർ ഉൾക്കൊള്ളണമെന്നേ. വേറെ കാര്യങ്ങളൊന്നും കമന്റോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അതിനകത്ത്. നമ്മളെന്ന് പറയുമ്പോൾ നോക്കിയും കണ്ടും ഒക്കെ ചെയ്യുന്ന ഇതിനകത്ത് നമുക്ക് ആര് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല. ഇത് പക്ഷെ ആൾക്കാർക്ക് അത് ഭയങ്കര ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. മൃഗങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ഇത് പറ്റുള്ളൂ കേട്ടോ. ഒപ്പം കുറച്ച് പൈസയും വേണം. പക്ഷെ ജീവിതത്തിലെ പല രസങ്ങളുണ്ട്. നമ്മൾ ഓരോ കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്, ടേസ്റ്റുകളുണ്ട്. ആ ടേസ്റ്റുകൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണല്ലോ ഒരു നേട്ടം എന്ന് പറയാൻ പറ്റുന്നത്. എൻജോയ് ചെയ്ത് ജീവിക്കുക. ഓടി വാ അങ്ങ് വാന്നേ കേട്ടോ. ഒന്ന് ചോദിക്കട്ടെ, എത്രയല്ലേ പഠിക്കുന്നത്? LKG-യിലാണ് പഠിക്കുന്നത്. പുള്ളി പറഞ്ഞ് പഠിക്കുന്നുണ്ടെന്ന് പറയണത്. എന്തോ
ലംബോർഗിനി വണ്ടിയുടെ പേരാണ് പറഞ്ഞു പഠിക്കുന്നത്. പേര് വിനയ. വിനയ പറയട്ടെ ഇതിനെ കുറിച്ച്. ഇവൻ ഞങ്ങളുടെ ഭാഷ എന്നാ വിളിക്കുന്നത്. ഭാഷ നമ്മുടെ ഈ തമിഴ് സിനിമയിലെ രജനീകാന്തിന്റെ ഭാഷയാണോ? പുള്ളി തമിഴ് രജനീകാന്തിന്റെ ഫാനാണ് പുള്ളി. അതുകൊണ്ടാണ് ഭാഷ. അതുകൊണ്ടാണ് ഇട്ടത് തന്നെ. ഇവൻ ട്രെയിൻഡ് അല്ല, ട്രെയിൻ ആക്കാറ് സമയമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവനെ ഒരു ഇച്ചിരി സൂക്ഷിക്കണം. അവൻ ട്രെയിൻഡ്, അവൻ അറിയത്തില്ലല്ലോ എങ്ങനെ ഇല്ല. അവര് ട്രെയിൻഡ് ആണ്. അപ്പൊ ഇവന് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവന്റെ അടുത്ത് പോകുമ്പോ ഒന്ന് സൂക്ഷിക്കണം. ഒന്ന് കടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ഡോഗ്സിന്റെ കൂടെ നടന്നിട്ടാണ് അവന് കടിക്കാനുള്ള ആഗ്രഹം. എന്നും ഇവരുടെ അടുത്ത് ചെന്ന് നിൽക്കുവോ കുറച്ചേരം? എപ്പോഴും ഇല്ല, എനിക്കും പിള്ളേരുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് പോകുമ്പോ അവരുടെ കൂടെ അങ്ങനെ പോകും. ഒരിക്കലെങ്കിലും റൈഡ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് പുള്ളിക്ക് റൈഡിങ് പഠിച്ചാണ്. പുള്ളി സ്കൂൾ തൊട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് അറ്റംപ്റ്റ് ചെയ്തു. പതിയെ ഒന്നിന്റെ മുകളിലൊക്കെ ഒന്ന് കേറി പഠിക്കാനായിട്ട് ഇന്ന് തുടങ്ങി. എന്നെ പഠിപ്പിച്ചു തരാമെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ പഠിക്കണം. പേടിയില്ലല്ലോ അല്ലേ? പേടിയൊന്നുമില്ല. പുള്ളി നല്ല കോൺഫിഡന്റ് ആയിട്ട് റൈഡ് ചെയ്ത് പോകുന്ന കാണുമ്പോ നമുക്കും ആഗ്രഹം. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം. അതെ അതെ, പഠിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. ധീരൻ പുതുതായിട്ട് വന്നാണ്. അപ്പൊ പുള്ളിക്ക് ഒരു വൈറ്റ് ഹോസിനെ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇവൻ വന്നത്. ഇവൻ വന്നിട്ട് ഇപ്പൊ കുറച്ച് നാളായതേ ഉള്ളൂ. എത്ര മാസമായി? 3 months അല്ലേ? 2 months. അവനെ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഒരുപാട് നോക്കി നടന്ന് പുള്ളിക്ക് ഇതിന്റെ ബ്രീഡിനെ പറ്റി, ഇതിന്റെ എല്ലാ കാര്യം നന്നായിട്ട് അറിയാം. പുള്ളിക്ക് അവന്റെ ഇതൊക്കെ കണ്ടിട്ട് പറയുന്നത് അവൻ നല്ലൊരു ഇതാണ്. അവന് നല്ല അങ്ങനെയില്ല. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. അവന് ട്രെയിൻഡ് അല്ലല്ലോ. അത് കാരണം അതുകൊണ്ട് ആദ്യം മേടിച്ചത് കുട്ടികളിയാണ്. അവൻ കുഞ്ഞാണ്. അപ്പൊ കുഞ്ഞു പിള്ളേരുടെ കളി അവന്. ബ്ലാക്ക് വണ്ണിന് വൈറ്റ് ആണെങ്കിലും ഇപ്പൊ അത് ചെറുത് തന്നെയാണ്. 2.25 വയസ്സുള്ളതാണ്. അതിനിപ്പോ തമിഴ്നാട്ടിൽ അവർ റൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പല്ല് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോ റൈഡ് ചെയ്യുന്നില്ല. മാക്സിമം ഹൈറ്റ് കയറട്ടെ എന്ന് നോക്കണം. ഇപ്പം ഇവൻ റൈഡ് ചെയ്യാറായിട്ടല്ലേ ഉള്ളു. അപ്പൊ ഇപ്പോഴേ കയറി തുടങ്ങിക്കഴിഞ്ഞാല് ഇല്ല. ഞാൻ ബ്രൗണിലാണ് തുടങ്ങി. ബ്രൗൺ വണ്ണില്. ബ്രൗൺ ഫുൾ അവന്റെ വളർച്ചയൊക്കെ കഴിഞ്ഞു. അവനെ നല്ലോണം റൈഡ് ചെയ്യാം. അതിനെയാണ് ഹസ്ബൻഡ് റൈഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിലാണ് കയറിയത്. ബ്രൗണിന്റെ മുകളിൽ ആണ് പഠിക്കാൻ പറ്റുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം വൈറ്റിൽ ഇനി ഒരു തുടങ്ങാലോ എന്ന് പറയായിരുന്നു. ഇല്ല, വൈറ്റ് അതിന് കുറച്ചുകൂടെ താമസം എടുക്കുമല്ലോ. അവന് ഇനി അതിന്റെ ഗ്രോത്ത് ഫുൾ ആവണം. അപ്പൊ നമ്മൾ അതിനെ റൈഡ് ചെയ്യാൻ നോക്കി അതിന്റെ ഹൈറ്റ് കുറയും എന്നൊക്കെയാണ് പറയുന്നത്. പുറകില് വളവ് വരും. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ ആരും കയറിയില്ല. ഇതിനെ നോക്കാനൊക്കെ ആയിട്ട് ഒരു ബോയ് ഉണ്ട്. അപ്പൊ അവനാണ് ഇതിനെല്ലാം പുള്ളിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ പുള്ളിയാണ് മെയിൻ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. പുള്ളിക്ക് അതിനായിട്ട് പ്രാക്ടീസിന് പോകണല്ലോ. ഒരാളേ ഉള്ളൂ. പിന്നെ നോക്കാനായിട്ട് ഇവരൊക്കെ ഡോഗ്സും ഉണ്ട്, കുതിരയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെ നോക്കാനായിട്ട് ഇൻചാർജ് ആയിട്ട് ഒരു ബോയ് ഉണ്ട്. അവനെല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷെ പുള്ളി കൂടെ നിൽക്കും. രാവിലെ തൊട്ടേ പുള്ളി നിന്നിട്ട്. ഈ ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പൊ പുള്ളി തന്നെയാണോ? ചെറുക്കനാണ്. പുള്ളി തന്നെയാണ്. അവന്റെ പേരും ധീര എന്നാണ്. അവന്റെ പേര് ധീര. ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് ആദ്യം ഇരിക്കുന്ന റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുടെ പേര് പോങ്കോ. അവൻ ഇപ്പൊ പ്രസന്റ് ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ഈസ് എ ഫേമസ് ഒരു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ, സൗത്ത് ഇന്ത്യയിൽ തന്നെ നന്നായിട്ട് അറിയുന്ന ഒരു ഡോഗാണ് പോങ്കോ എന്ന് പറയുന്നത്. മറ്റത് ബെനീറ്റ, അതും ഇന്ത്യൻ ചാമ്പ്യൻ ഫീമെയിൽ ആണ്. 2 ഇന്ത്യൻ ചാമ്പ്യൻ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ട്. ഇപ്പോൾ ഇതിന്റെ തന്നെ ഒരു കുഞ്ഞുണ്ട് അപ്പുറത്ത്. അതും ഇപ്പോൾ ഒരു 4 cc കഴിഞ്ഞു. അടുത്ത 1 വയസ്സാകുമ്പോൾ അതിപ്പോ ഒരു 10 മാസമായുള്ളൂ. ഓൾറെഡി ഷോയ്ക്ക് 4 cc ഓൾറെഡി കിട്ടി. ബെസ്റ്റ് ഓഫ് ബ്രീഡ് ഒക്കെ കിട്ടി.
അപ്പോഴത്തേക്കും അടുത്ത 1 ഇയർ കഴിയുമ്പോൾ അടുത്ത ഷോയ്ക്കും കൂടി ഇറക്കണം. ശരി. അതായിട്ട് മറ്റത് ബോക്സർ, ഒരു ഡോവർമാൻ, ഒരു ജർമ്മൻ ഷെപ്പേർഡ്. കൂടുതൽ ബോക്സറിന്റെ പേര് ഫ്ലഫി എന്നാണ് ഇട്ടേക്കുന്നത്. ഫ്ലഫി. ഇവന്റെ പേര് ഓറിയോ. ഓറിയോ. ഓറിയോ ആണോ? ഓറിയോ. ഓറിയോ. ഓറിയോ പെണ്ണാണ്. അപ്പൊ ഈ പല ഇനത്തിലുള്ളത് കൊണ്ടേ എന്തോ ഇവര് തമ്മിൽ കടി പിടിക്കുക അങ്ങനെയൊന്നും അങ്ങനെയില്ല. എന്ന് പറയുമ്പോ ഒന്നാമത് ഇതിന് ഫീമെയിൽസ് ആണ്. ഈ ജർമ്മന്റെ പേര് ജർമ്മൻ കണ്ണൻ എന്നാണ് പേര്. കണ്ണൻ. ഇത് ഇമ്പോർട്ടന്റ് ഒക്കെ കുട്ടിയാ. ഇതിനാപ്പാടെ ഒരു 1.25 വയസ്സുള്ള. ഇവിടെ ഒരു ജിപ്സി ഉണ്ട്, നമുക്കത് കാണാം. ഇത് 2006 മോഡൽ ജിപ്സിയാണ്. എന്ന് പറയുമ്പോ ഏതാ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് എടുത്തത്, ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ എന്നാണ് അവൻ്റെ പേര്. എവിടെയുള്ള? അവൻ തൊട്ടിപ്പുറത്തായിരുന്നു. അപ്പോഴത്തേനും അവൻ ട്രാക്കിലോടാൻ വേണ്ടിയൊക്കെ എടുത്താണ്. അപ്പോഴത്തേനും അത് കഴിഞ്ഞിട്ട് അവൻ ഓസ്ട്രേലിയയിലോട്ട് പോയി. അപ്പോഴത്തേനും എനിക്ക് ഇതിന് മുന്നേ ഒരു താറുണ്ടായിരുന്നു, പുതിയത് എടുത്തായിരുന്നു. പിന്നെ അത് ഞാൻ കൊടുത്തിട്ട് ഇതെടുക്കുമായിരുന്നു. കാരണം ചെറുപ്പം തൊട്ട് നമുക്കും ഒരു ആഗ്രഹം ജിപ്സി എടുക്കണം. അപ്പോഴത്തേനും ജിപ്സി എടുത്ത ആളാണ്. അപ്പോഴത്തേക്കും ഞാൻ ആ സമയത്ത് ഗൾഫിലായിരുന്നു. പിന്നെ അതായിട്ട് നാട്ടിൽ വന്നിട്ടാണ് ഇത് എന്നെ എടുത്തു. അപ്പോഴും എനിക്കിതിൽ യാത്ര ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റോഡ് പ്രസൻസ് ഉണ്ട്, പിന്നെ നല്ല രീതിയിൽ പണിയൊക്കെ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ കാണാനും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ജിപ്സി ഓടിക്കുമ്പോഴും താർ ഓടിക്കുമ്പോൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട്? റോഡ് വൈസ് ആണെങ്കിൽ നമുക്ക് താറാണ് ബെറ്റർ. പക്ഷെ ഇത് ഓഫ് റോഡിൽ എന്ന് പറയുമ്പോൾ ഇത് വെയിറ്റ് കുറഞ്ഞുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് അന്നേരം എല്ലായിടത്തും കയറാൻ ഈസിയാണ് ജിപ്സി. അതാണ് അതിനകത്തുള്ള മെയിൻ അഡ്വാൻറ്റേജ്. മറ്റേത് താറിന് നല്ല ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് അന്നേരം അതിൻ്റെതായ ഇച്ചിരി ഒരു പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ പവർ ഉള്ളതുകൊണ്ട് അതിന് നല്ല രീതിയിൽ ഇതാണ് കൊടുക്കാനൊക്കെ ആഗ്രഹം വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓടിച്ച് കഴിയുമ്പോൾ ആഗ്രഹം മാറും. അതാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം. മൈലേജ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. നോക്കിയും കണ്ടൊക്കെ ഓടിക്കുമ്പോൾ ഒരു 10-12 കിലോമീറ്റർ കിട്ടും. സമയം എത്രയായി? 8:45. നേരം നല്ലപോലെ വെളുത്തത് അറിഞ്ഞില്ല. കുറേ നേരം ആ കുതിരകളിലായിരുന്നു ശ്രദ്ധയും ചിന്തയൊക്കെ. എന്തായാലും ജീവിതത്തിൽ കുതിരയെ വാങ്ങിക്കലും നടക്കുകയല്ല. വീഡിയോ ഇഷ്ടമായോ? എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയൂ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. താങ്ക് യു.